ഒരു മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചൂട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പക്ഷേ ഇപ്പൊ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ മാർച്ച് മാസത്തില് മഴയ്ക്കുള്ള സാധ്യത ഗവേഷകർ കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു മാറി വരുന്ന കാലാവസ്ഥ നമുക്ക് എത്രമാത്രം അനുയോജ്യകരമാകും? അല്ലെങ്കിൽ എത്ര നമ്മളെ കൂടുതൽ സ്വാധീനിക്കും ആ ഒരു മാറ്റം? മഴക്കാലഘട്ടം അത് കാലാവസ്ഥാ വ്യതിയാനങ്ങള് തീർച്ചയായിട്ടും മനുഷ്യന് വളരെ ദോഷകരമായ രീതിയിൽ തന്നെയാണ് ബാധിക്കുന്നത്. കാരണം പണ്ടത്തെ ഒരു കാലഘട്ടത്തില് നമ്മള് ജൂൺ ജൂലൈ മാസങ്ങളിൽ വരുന്ന മഴ നമ്മള് അത്രത്തോളം പ്രിപ്പയർഡ് ആണ്. അറിയാം ഇന്ന സമയങ്ങളിൽ നമുക്ക് മഴക്കാലമാണെങ്കില് മഴ മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ടും നമ്മൾ പ്രിപ്പയർ ആയിട്ട് പോലും നമുക്ക് നിരവധി രോഗങ്ങളും അല്ലെങ്കിൽ വ്യത്യസ്തമായ പല രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല പണ്ടുള്ളവർ പറയുന്നുണ്ട് ആദ്യ സമയങ്ങളിൽ, അതായത് മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പെയ്യുന്ന മഴ ഒരിക്കലും നനയരുതെന്നൊക്കെ പറയും. മാത്രമല്ല ആ സമയത്ത് പ്രകൃതിക്കകത്ത് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും. പിന്നെ നമ്മുടെ ഈ ആറൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒഴുക്കില്ലാത്ത ഒരു സമയത്ത് പെട്ടെന്ന് മഴ പെയ്ത് കഴിയുമ്പോൾ ആറ് വല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ വെള്ളം ഒഴുകിപ്പോകും. ഒഴുകി പോകുമ്പോൾ അങ്ങ് അറ്റം തൊട്ടുള്ള വേസ്റ്റുകൾ മുഴുവൻ ഒഴുകി പോകുന്ന ഒരു സമയമൊക്കെയാണ്. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ഇല്ലെങ്കിൽ ആ വെള്ളത്തിനകത്തുണ്ടാകുന്ന പല അണുക്കളും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒഴുകി പോകുന്ന സമയം. അതുകൊണ്ട് ഈ ആദ്യത്തെ മഴ എന്ന് പറയുന്നത് വളരെ അപകടം നിറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ അത് നമ്മൾ ഒരു മഴക്കാലത്തിൽ അത് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ ഈ വേനൽക്കാലത്ത് ശക്തമാകുന്ന ഒരു സമയത്ത് നമ്മുടെ ഈ സൂര്യന്റെ ചൂട് വളരെയധികം കൂടി നിൽക്കുന്ന ഒരു സമയം ഇപ്പം. അതായത് പലതരത്തിലുള്ള സൂക്ഷ്മ കിരണങ്ങൾ ഇപ്പോൾ ഡയറക്റ്റ് നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കുന്നുണ്ട്. അത് ചെടികളിലും പതിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഭൂമിയിൽ ഡയറക്റ്റ് പതിക്കുന്നുണ്ട്. പാറകളും അങ്ങനെ പല വസ്തുക്കളിൽ ഈ സൂര്യന്റെ ചൂട് ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഈ പാറയുടെ ഉള്ളിലൊക്കെ ഈ ചൂട് കാരണം പല സമ്മർദ്ദങ്ങളും രൂപപ്പെടുന്നുണ്ട്, മണ്ണിനകത്ത് രൂപപ്പെടുന്നുണ്ട്, ചെടികളിൽ രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ അവരെ അതിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ഈ സസ്യങ്ങളും ജന്തുക്കളൊക്കെ ഈ ഒരു കാര്യം ചെയ്തെടുക്കുകയാണ്. അതായത് ഈ ചൂടിനെ ഒന്ന് അംഗീകരിച്ച് വരുന്ന സമയത്ത് പെട്ടെന്നൊരു കാലാവസ്ഥാ മാറ്റം, പെട്ടെന്നൊരു മഴ പെയ്യുന്ന സമയത്ത് തിളച്ച ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആ വെള്ളത്തെ ആഗീകരണം ചെയ്തിട്ട് ചൂട് തന്നെ കൂടുതൽ പുറപ്പെടുവിക്കും. അത് ശ്രദ്ധിച്ചാൽ മതി, പുകച്ചിലായിരിക്കും അത്. സാധാരണ ഉള്ളതിനേക്കാൾ ചൂട് കൂടുതലാണ്. ആ ഒരു സാഹചര്യം തന്നെയാണ് ഈ ഒരു വസ്തുക്കളിലും കാണാൻ സാധിക്കുന്നത്. ഈ മഴ പെയ്തിട്ടും ഭയങ്കര ചൂടാണല്ലോ എന്ന് യഥാർത്ഥത്തിൽ മഴ ഈ ചൂടുള്ള കാലഘട്ടത്തിൽ മഴ പെട്ടെന്ന് പെയ്യുമ്പോൾ അത് ചൂട് കൂടുതലാക്കുക. അത് മണ്ണിലേക്കും ഈ മലകളിലേക്കൊക്കെ ഇറങ്ങി അതിന്റെ അകത്തുള്ള ചൂടുകളെ വീണ്ടും പുറത്തേക്ക് തള്ളി വിടുന്ന ഒരു പ്രതിഭാസമാണ് ആ സമയത്ത്. നമ്മുടെ വീടുകളിലാണെങ്കിൽ, ടെറസ് വീടുകളിലാണെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ആ ഒരു ചൂട് താഴോട്ട് ആഗിരണം ചെയ്ത് വരുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പോലെ തന്നെയാണ് പ്രകൃതിയുടെ ഒരു കാര്യം കൂടെ. അതെ, തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥ നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വെയിലിനെ നമ്മളൊന്ന് ഓരോ രീതിയിലും മനസ്സിലാക്കി, ഇല്ലെങ്കിൽ അതിന് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതിനൊക്കെ മനസ്സിലാക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ചൂട് വരുന്നത്. അല്ലെങ്കിൽ വെയിലിനെ മനസ്സിലാക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴ വരുന്നത്. ആ മഴ വരുമ്പോൾ നമുക്ക് പറ്റാത്ത അവസ്ഥകൾ, അതായത് വയ്യാത്ത ഓരോ അവസ്ഥകൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ കഴിഞ്ഞ ഒരു മാസത്തെ പ്രത്യേകതയായിരുന്നു രാവിലെ നല്ല ചൂട്, രാത്രിയിൽ ഒടുക്കത്തെ തണുപ്പ്. ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് കാരണം തന്നെ നിരവധി ആളുകൾക്ക് നല്ല രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇമ്മ്യൂണിറ്റി സെഷനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് ഈ ഓരോ കാര്യങ്ങളും. അതായത് ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഒരു മണി 2 മണി സമയത്ത് മുറ്റത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല വെയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് ചുട്ടുകൊള്ളുന്ന വെയിലാണ്. നമുക്ക് ഒട്ടും ദേഹത്ത് ഡയറക്റ്റ് കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ചുട്ടുകൊള്ളുന്ന വെയില് നമ്മൾ അപ്പോഴത്തേക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു ദിവസം തന്നെ രാത്രി 12 മണിക്ക് നമ്മളൊന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല മഞ്ഞും കോട ഇറങ്ങിയിട്ടുള്ള മഞ്ഞും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ ദിവസം തന്നെ ഇത്തരത്തിലുള്ള പ്രതിഭാസം വന്നപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് ഒറ്റ ടൈമിൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അവർക്ക് അതിന്റെ ബോഡി വർക്ക് ചെയ്യുന്നതും ഓരോ അവയവങ്ങൾ വർക്ക് ചെയ്യുന്നതും വ്യത്യസ്തമായിട്ടായിരിക്കും. അവർ ആ സമയത്തിനുള്ളിൽ അത് ചേഞ്ച് ചെയ്യുമ്പോൾ വർക്ക് ലോഡ് കൂടും. എല്ലാത്തിനും വർക്ക് ലോഡ് ഉണ്ടല്ലോ. ആ ഒരു വർക്ക് ലോഡ് കൂടുമ്പോൾ തന്നെ നമ്മുടെ ശരീരം വീക്കായിട്ട് വരുവാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇപ്പൊ വേനലിൽ നമ്മുടെ ശരീരം ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചൂടുകാലമാണ്, നമ്മൾ അതിന്റെ രീതിയിൽ പ്രതിരോധിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു മഴ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡി അത് പെട്ടെന്ന് തന്നെ അതിനെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഇനി പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യണമെന്നെങ്കിൽ തന്നെ അവർ വർക്ക് നന്നായി, അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും വർക്ക് പെട്ടെന്ന് തന്നെ കൂട്ടണം, അല്ലെങ്കിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരണം. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെയും അതുപോലെ തന്നെ ഓരോ അവയവങ്ങൾക്കും വളരെയധികം പ്രശ്നം ഉണ്ടാക്കും. ആ ഒരു പ്രശ്നം നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ ജോലിയിലും എല്ലായിടത്തും ഉണ്ടാകും. അതുപോലെ തന്നെ മനുഷ്യന്റെ എന്ന് പറയുന്ന പോലെ തന്നെ ഉണ്ട് പ്രകൃതിക്കും. മലകൾക്കാണെങ്കിലും മരങ്ങൾക്കാണെങ്കിലും ഈ ഒരു പ്രശ്നം രൂക്ഷമാകും. അത് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രകൃതിക്ക് പല വ്യത്യാസങ്ങൾ വരും.
അത് നമ്മുടെ പാരിസ്ഥിതിക്കും വളരെയധികം പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഇപ്പൊ കഴിഞ്ഞ വർഷമാണെങ്കിൽ തന്നെ ഒരുപാട് നമുക്ക് മഴ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോ ഈ ഒരു സമയം ഇപ്പൊ മാർച്ച് അടുത്തപ്പോഴേക്കും നമ്മളിപ്പോ ജനുവരിയിലാണെങ്കിലൊക്കെ നല്ല ചൂട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം അത്രയും മഴ നമുക്ക് ലഭിച്ച് നമ്മളിപ്പോ വെള്ളപ്പൊക്കം ഉണ്ടായി എന്ന് പറഞ്ഞാലും പക്ഷെ ആ വെള്ളമൊക്കെ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം കൂടെ നമുക്ക് അടുത്ത് വരുന്നത്. കാലാവസ്ഥയുടെ ഒരു മാറ്റം അങ്ങനെയാണ്. ഇപ്പോ എത്ര മഴ കിട്ടിയിട്ടും ആ ഒരു സമയത്തേക്ക് മാത്രം എന്നുള്ള രീതിയാണ്. പിന്നത്തേക്ക് നമുക്ക് കൂടും വരൾച്ചയിലോട്ടുള്ള ഒരു പോക്കും കൂടിയാണ്. ആ മഴ പെയ്തതൊക്കെ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ട്. അതെ, മാത്രമല്ല നമ്മുടെ ജലസ്രോതസ്സുകളിൽ വെള്ളം തീരെ തീരെ ഇല്ലാത്ത പണ്ട് വറ്റാത്ത കിണറുകൾ വരെ വറ്റുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ എത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ജലസ്രോതസ്സുകൾ എന്ന് പറയുന്ന ആറുകളുണ്ടല്ലോ, ആറിൽ പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. പല ആറുകളും വറ്റി വരേണ്ട സമയത്ത് ഭാരതപ്പുഴ പോലും ഇപ്പോൾ അടിത്തട്ട് കാണാവുന്ന രീതിയിലുള്ള ഒരു ശോഷിച്ച അവസ്ഥയിലേക്ക് എത്തി. അതേസമയം തന്നെ ഇപ്പൊ ഒരു മഴക്കാലം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മഴയത്ത് അവിടെ ഉണ്ടാകുന്ന പ്രളയം അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അതിന്റെ അപ്പുറമാണ്. അതായത് ഒരു ടൈം പീരീഡിൽ മാത്രം എല്ലാം വളരെ അധികമായി ലഭിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. നമുക്ക് ചൂടുള്ള സമയത്ത് നമ്മൾ മഴ ലഭിക്കണം എന്ന് പറയാനും പറ്റില്ല, മഴയുള്ള സമയത്ത് ചൂടാവണമെന്നും പറയാൻ പറ്റില്ല. രണ്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാം കിട്ടുന്നതും അമിതമായിട്ടാണ്. അതെ, ആ അമിതമായിട്ടുള്ള കാര്യം കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിനും നമ്മുടെ ഒരു സമയത്തിനും അതിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് നമ്മളെ വളരെയധികം ദോഷകരമായിട്ടുള്ള ഒരു ഭാവിയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ പണ്ട് നമ്മൾ പറയാം ഫുഡ് കഴിച്ചുകൊണ്ട് പല രീതിയിലുള്ള ജങ്ക് ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇതുപോലുള്ള ക്ലൈമറ്റ് ചേഞ്ചസും നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷമായി ഭവിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുമില്ല. അത് യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഇപ്പോഴുള്ള സൂര്യന്റെ ചൂട് തന്നെ ആലോചിച്ചാൽ മതി, നമ്മൾ ചൂടുണ്ടെന്നേ മനസ്സിലാക്കുന്നുള്ളൂ. ഈ ചൂടിന് കാരണമാകുന്നത് എന്താണെന്ന് ചിന്തിക്കുന്നില്ല. കുറെയൊക്കെ നമ്മുടെ മനുഷ്യന്മാർ ചെയ്യുന്ന പ്രവർത്തികളാണ് ഇതിനൊക്കെ കാരണമായിട്ട്. തീർച്ചയായിട്ടും തന്നെ. അതായത് അതിന്റെ അപ്പുറം ഒരു സയൻസ് നോക്കുകയാണെങ്കിൽ ഈ ചൂടിന് നിന്നും വരുന്ന വളരെയധികം രശ്മികളുണ്ട്, അൾട്രാവയലറ്റ് രശ്മികളുണ്ട്. അത് ഡയറക്റ്റ് ആയിട്ട് ഓസോൺ പാളി ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഓസോൺ പാളിക്ക് വരെ വിള്ളലുകളുണ്ട്. ആ ഒരു സമയത്ത് ഡയറക്റ്റ് ആയിട്ടാണ് ഈ കിരണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ഫലിക്കുന്നത്. അങ്ങനെയാണ് ഈ സൂര്യാഘാതം പോലുള്ള അതെ, സൂര്യാഘാതം പിന്നെ സ്കിൻ ക്യാൻസർ ഒക്കെ വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ സൂര്യന്റെ ഇത്തരത്തിലുള്ള കിരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഡയറക്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ടാണ്. ഈ ഓസോൺ പാളി തകർക്കാനുള്ള മെയിൻ കാരണം നമ്മൾ തന്നെയാണ്. ഓവർ പൊല്യൂഷനും വണ്ടികളുടെ അമിതമായ ഉപയോഗം, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂം ആണെങ്കിൽ കൂടെ അതിന് ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അതുപോലും മനസ്സിലാക്കാതെ ഞാനടക്കം നമ്മളെല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ ഒരു അളവ് കുറച്ചാൽ മാത്രമേ ഈ ഓസോൺ പാളി ഒന്ന് സംരക്ഷിക്കാൻ പറ്റുള്ളൂ. ഓസോൺ പാളിക്ക് വരുന്ന വിള്ളലുകളാണ് ഈ ചൂടിന് പ്രധാനപ്പെട്ട കാരണമാകുന്നത്. മാത്രമല്ല മരങ്ങള് വെട്ടി നശിപ്പിക്കുന്നത് കൊണ്ട്, അതായത് ഹരിതകർമ്മമായിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നില്ല. പണ്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ ചെടികളാണ് ആഗീകരണം ചെയ്ത് അവർ ഓക്സിജൻ പുറത്തു വിടുന്നുള്ള ഒരു ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓക്സിജൻ പുറത്തു വിടാനുള്ള ഒരു ചെടികളോ ഇലകളോ ഒന്നും നമ്മുടെ പരിസ്ഥിതിയിൽ ഇല്ല. എല്ലാം വെട്ടി നശിപ്പിക്കുകയാണ്. അത് ആ ഒരു സമയത്തുണ്ടായ പല വ്യത്യാസങ്ങളും ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വളരെയധികം ദോഷകരമായി തന്നെ നമ്മുടെ സമൂഹത്തിൽ ബാധിക്കുന്നുമുണ്ട്. ആ ചെടികളെ നശിപ്പിക്കുന്നതും മലകളെ ഇല്ലാതാക്കുന്നതും കുന്നുകൾ ഇടിച്ചു താഴ്ത്തുന്നതും പുഴകളെ അതിന്റെ സ്വാഭാവിക ഒഴുക്കിൽ നിന്നും തടസ്സപ്പെടുത്തുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ പ്രകൃതി തിരിച്ചു തരുന്ന ഒരു പ്രത്യാഘാതമാണ്. പാടങ്ങളൊക്കെ നികത്തിയിട്ടാണ് ഇപ്പൊ എല്ലാവരും ഫ്ലാറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ വീടുകളൊക്കെ ആണെങ്കിലും വെക്കുന്നതും അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ കൂടുതലായിട്ട് സൃഷ്ടിക്കുന്നുണ്ട് പ്രകൃതിക്ക് നേരെയായിട്ട്. പിന്നെ മരങ്ങൾ വെട്ടുന്നതാണെങ്കിൽ ഇപ്പൊ ഒരു ഉരുൾപൊട്ടലും അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ നമ്മള് വേറെ എന്തിനെങ്കിലും കുറ്റപ്പെടുത്താതെ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണെന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. അത് നമ്മൾ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് നമ്മളെ എഫക്ട് ചെയ്യുന്നത്. ഈ കാലാവസ്ഥയുടെ മാറ്റവും ഏറിയ പങ്കും നമ്മൾ മനുഷ്യർ തന്നെയാണ് ഇതിനൊക്കെ ഒരു ഉത്തരവാദി എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും ആ മനുഷ്യർക്ക് തന്നെയാണ് ഇതിന്റെ എല്ലാം പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഈ ക്യാൻസർ അടക്കമുള്ള അസുഖങ്ങൾ നമ്മുടെ ഈ മനുഷ്യന്മാർക്ക് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവയെല്ലാം തന്നെയാണ്. ഇത്തരത്തിലുള്ള ഈ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരുന്നതിന്റെ ഭക്ഷണത്തിന്റെ മാത്രമല്ല. കാരണം ഭക്ഷണം വരെ കൃത്യമായിട്ട് അതായത് സിഗരറ്റ് വലിക്കാത്തവര്, കള്ളു കുടിക്കാത്തവര്, ഭക്ഷണങ്ങൾ ഈ ജങ്ക് ഫുഡ് കഴിക്കാത്തവർക്ക് വരെ ഇപ്പോൾ ക്യാൻസർ വരുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത ഇതുപോലെയുള്ള ഈ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളുമാണ്. ഇപ്പൊ നമ്മൾ കഴിക്കുന്നിട്ടുള്ള ഫുഡിന്റെ കാര്യം തന്നെ പറഞ്ഞു. ഈ എൻഡോസൾഫാൻ പോലുള്ള മാരകമായ വിഷം ഈ ചെടികളിൽ അടിക്കുന്നുണ്ട്. ഈ ചെടികളിൽ അടിക്കുന്ന വിഷം പടരുമ്പോ ഓക്സിജനകത്തും ഇത് പടരും. ആ ഒരു ഗന്ധം അത് ശ്വസിച്ചാൽ മാത്രം മതി അവർക്ക് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ വെളിച്ചം, ഞാൻ പറഞ്ഞല്ലോ, സൂര്യന്റെ ഈ കിരണങ്ങൾ അതെല്ലാം ഉണ്ടാകുമ്പോൾ തന്നെ
ഇതുപോലുള്ള ക്യാൻസറുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം മനുഷ്യന് വളരെയധികം ദോഷകരമായി വരാവുന്ന പല അസുഖങ്ങളും നമ്മൾ അറിയാതെയോ ഇല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടോ പല രീതിയിലും നമുക്ക് തന്നെ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ മനസ്സിലാക്കി അതിനെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ അതിന് പരിഹാരം കണ്ടെത്തുക. അതിലൂടെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ തന്നെ മനുഷ്യരായിട്ട് തന്നെ ഇതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തണം. കാരണം കൂടുതലായിട്ട് ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടാണെങ്കിലും ഇപ്പൊ നമ്മൾ തന്നെയാണ് ഇതിന് ഇങ്ങനെയുള്ള കാലാവസ്ഥ മാറ്റത്തിന് ഏറെക്കുറെ പങ്ക് വഹിക്കുന്നത് നമ്മൾ തന്നെ, മനുഷ്യർ തന്നെയാണ്, നമ്മുടെ പ്രവർത്തികൾ തന്നെയാണ്. അപ്പൊ നമ്മളാണ് ആദ്യം ഇതിനൊരു മുൻകൈ എടുക്കേണ്ടത്. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മാത്രം ചിന്തിക്കുക. നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നതെങ്കിലും പക്ഷെ നമുക്കത് കൂടുതലായിട്ട് നമ്മുടെ സുഖത്തെ ഭേദിച്ചുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ദോഷകരമായാണ് അത് ബാധിക്കുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കണം. അതാണ് ഈ ഒരു കാലാവസ്ഥ മാറ്റത്തിൽ നമുക്കൊരു പങ്കുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുക.